ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഈ ഒരു മോഡൽ ചുരിദാറാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ നൈറ്റി മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്കൊരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ 2.25 അല്ലെങ്കിൽ 2.5 മീറ്ററെങ്കിലും തുണി മിനിമം വേണം കേട്ടോ. ഇതിന് വേണ്ടി ഞാൻ നൈറ്റി മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കട്ട് പീസും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം യോക്ക് പോർഷനും കൈക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി. ഈ ലെങ്ത്ത് വേണ്ടത് 46 ഇഞ്ചാണ്. അതിനെ കൂടി ഞാൻ ഒരു 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. 1/2 ഇഞ്ച് അടിയിൽ മടക്കി അടിക്കാനും ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഷോൾഡർ 12.5 ഇഞ്ചാണ്. ഞാൻ ആ സെയിം തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. 6.25 ഇഞ്ചാണ് ഷോൾഡറിന് ഇട്ട് കൊടുക്കണം കേട്ടോ. ചെസ്റ്റ് എനിക്ക് 35 ഇഞ്ചാണ്. ഞാനതൊരു 2 ഇഞ്ച് കൂടി ലൂസ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബോഡിയിൽ നിന്ന് ഏത് മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എനിക്ക് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ 37 കിട്ടി. അതിനെ നമ്മൾ /4 4ആക്കി ഡിവൈഡ് ചെയ്യാം. എനിക്ക് 9.25 കിട്ടി. നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലാണ്ട് 9.25 ഇട്ട് നമ്മൾ വെട്ടിയെടുക്കരുത്. 1.5 ഇഞ്ചും കൂടി തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. നിങ്ങൾ 1 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച് ഇടുക. ഞാൻ 1.5 ഇഞ്ചാണ് ഇടാറുള്ളത്. കാരണം 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. എനിക്ക് വേസ്റ്റ് 31ആണ്. അത് ഞാൻ 2 കൂട്ടിയപ്പോഴത്തേക്കും 33 കിട്ടി. അതിനെ /4 ചെയ്ത് എനിക്ക് 8.25 കിട്ടി. 8.25 കൂടി തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി സ്ലിറ്റ് ഞാൻ 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തയ്യൽ തുമ്പാണ്. കാരണം കൈ ജോയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും 1/2 ഇഞ്ച് പോവും. അപ്പോൾ 13.5. ഇനി ഹിപ്പ് സെയിം മെത്തേഡ് തന്നെ 37.5 ബോഡി നീട്ടിയത്. 2 ഇഞ്ച് ലൂസ് കൊടുക്കുക. 39.5 ഇഞ്ച് /4 ചെയ്യുമ്പോൾ എനിക്ക് 9.1 കിട്ടും. ഇതിനെ കൂടി തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 1.5 ഇഞ്ച് ഇതിന് 1 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ പറയാം. ആം റൗണ്ട് എനിക്ക് 15ആണ്. എനിക്ക് സ്ലീവ് ലെങ്ത്ത് 10.5 ഉണ്ട്. 10.5 എവിടെ നിന്നാണ് മാർക്ക് ചെയ്തേക്കണം അവിടെ നിന്ന് തന്നെ എനിക്ക് റൗണ്ട് സ്ലീവ് റൗണ്ട് 10 കിട്ടിയിട്ടുണ്ട്. രണ്ടിനും കൂടി ഒരു 1.5 ഇഞ്ച് വെച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. നെക്ക് ലെങ്ത്ത് ഞാൻ സ്റ്റിഫിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആ നെക്ക് സ്റ്റിഫിൽ എങ്ങനെ കട്ട് ചെയ്യാൻ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇനി തുണിയിലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. കാരണം ഈ മെഷർമെൻറ്റ് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് എത്രയാണ് മെഷർമെൻറ്റ് ഇട്ടുള്ളത് അതിനെ കൂടി നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ടൊന്ന് മാർക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് 4 ഫോൾഡാക്കി ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ലെങ്ത്ത് 46 ഇഞ്ചാണ്. അതിനെ കൂടി 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 47 ഇഞ്ചാണ് കിട്ടുന്നത്. ഇത് 47 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ 47 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് ഫസ്റ്റ് കൊടുക്കാം കേട്ടോ. നമ്മൾ യോക്ക് പാർട്ടോ അങ്ങനെ ഒന്ന് സെപ്പറേറ്റ് കട്ടിങ്ങോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് സ്ട്രെയിറ്റ് കട്ടിങ് ആണ് വന്നത്. യോക്ക് കട്ടിങ്ങോ സെപ്പറേറ്റ് കട്ടിങ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതിന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മൾ പീസ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുക 6.25. അതിൻ്റെ താഴത്തേക്ക് ഞങ്ങൾ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു L ഷേപ്പായിട്ട് വരച്ച് കൊടുക്കുക. നമ്മൾ ചെസ്റ്റ് നമുക്ക് എത്ര കിട്ടിയത് അത് നമ്മളിവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ എത്രയാണ് തയ്യൽ തുമ്പ് വരണത് ആ തയ്യൽ തുമ്പ് കൂടി നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തില്ലേ അവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് ടേപ്പ് ഇങ്ങനെ വെക്കുക കേട്ടോ. നമ്മൾ 13.5 ഇട്ടില്ലേ ആ 1/2 ഇഞ്ച് ഇവിടെയാണ് തയ്യൽ തുമ്പായിട്ട് പോണത്. അപ്പോൾ 13.5 തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഹാഫ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 6.25 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഹാഫ് നമ്മൾ ആ ഹാഫ് മാർക്ക് ചെയ്തില്ല അവിടെയാണ് നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റ് നമ്മൾ എടുത്തില്ലേ അത് മാർക്ക് ചെയ്യേണ്ടത് ഇവിടെയാണ് കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ തയ്യൽ തുമ്പ് വരണത് 1.5 ഇഞ്ചല്ലേ ആ 1.5 ഇഞ്ചിനെ ഇവിടെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഹിപ്പ് നമ്മൾ 13.5 എവിടെയാണോ നമ്മൾ മാർക്ക് ചെയ്തേക്കണം അവിടെ നമ്മൾ ഹിപ്പ് ഇതുപോലെ വെച്ച് ടേപ്പ് ഇതുപോലെ വെച്ച് ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ 1.5 ഇഞ്ചാണ് എല്ലായിടും തയ്യൽ തുമ്പ് കൊടുത്തത്. നമ്മളിവിടെ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കണം. കാരണം വെച്ചാൽ സ്ലിറ്റ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളൊരു 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. നമ്മൾ 1/2 ഇഞ്ച് വെച്ചാണ് സ്ലിറ്റ് മടക്കി അടിക്കണത്. അതുകൊണ്ട് ഞാനിവിടെ 1 ഇഞ്ച് കൊടുക്കണം. നിങ്ങൾ 1 ഇഞ്ച് വെച്ചാൽ സ്ലിറ്റ് മടക്കി അടിക്കണമെങ്കിൽ നിങ്ങളിവിടെ 2 ഇഞ്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മടക്കി പോവാം. ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് ആം റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. 6.5 നമ്മൾ മാർക്ക് ചെയ്തത്. അതിൻ്റെ ഹാഫ് ഇവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തില്ലേ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കേർവ് ആക്കി വരച്ച് കൊടുക്കാം കേട്ടോ. തയ്യൽ തുമ്പിന് അവിടെ നിന്നൊന്നും അങ്ങോട്ടേക്കൊന്നും കേർവ് ആക്കരുത്. അതിന് തൊട്ട് മുന്നേ വരെ ഒന്ന് കേർവ് ആക്കി വരച്ച് കൊടുക്കാം. ആം റൗണ്ട് വന്നത് 15 ഇഞ്ചാണ്. നമ്മൾ ഇതുപോലെ ഒന്ന് ടേപ്പ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ എനിക്ക് ടോട്ടൽ 8.5 ഇഞ്ചാണ് കിട്ടണത്. നമ്മുടെ ആം റൗണ്ട് 15 ഇഞ്ചാണ്. 7.5 ഹാഫ്. നമ്മൾ ഷോൾഡർ ഒരു 1/2 ഇഞ്ച് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ 7.5യുടെ ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുക 8. പിന്നെ ഒരു 1/2 ഇഞ്ച് നമ്മൾ ലൂസ് കൊടുക്കുക. അപ്പോൾ 8.5 ടോട്ടൽ. അപ്പോൾ എനിക്ക് കറക്റ്റാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ.
ഇത് നമുക്കൊന്ന് സ്ലിറ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. നമുക്ക് ടോട്ടൽ നമ്മൾ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് 9.25 പ്ലസ് 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തേക്കണം. അപ്പോൾ 10.25 നമുക്കവിടെ കിട്ടിയത്. നമ്മളൊരു എക്സ്ട്രാ ഒരു 1/2 ഇഞ്ചൊക്കെ ഒന്ന് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 11.25 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് സെയിം തന്നെ ഇടണമെങ്കിൽ സെയിം തന്നെ ഇടാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ 11.25 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഹിപ്പിൻ്റെ അവിടെ നിന്ന് ആ 11.25 വരെ മാർക്ക് ചെയ്തില്ലേ, അവിടെ വരെ ഒന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരക്കണം കേട്ടോ. നമ്മളിപ്പോൾ ചരിവുണ്ടെങ്കിൽ നമ്മൾ സ്ലിറ്റ് മടക്കി അടിക്കുമ്പോൾ ആ ഒരു ചരിവ് കറക്റ്റായിട്ട് തന്നെ അതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. നമ്മെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ അടിയിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിനി തയ്യൽ തുമ്പ് ഇവിടെ ചെസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് ഒരു നമുക്കൊരു സിഗ്നൽ ഇട്ട് കൊടുക്കാം. നമ്മൾ സെൻറ്റർ സിഗ്നൽ ഇടണം. ഇതുപോലെ തയ്യൽ തുമ്പ് ആഡ് ചെയ്തില്ല, അവിടെ നിന്ന് ഒരു സിഗ്നൽ ഇട്ട് കൊടുക്കണം. നമ്മൾ വേസ്റ്റ് എവിടെ നിന്നാണ് മാർക്ക് ചെയ്ത് അവിടെ സിഗ്നൽ, ഹിപ്പ് എവിടെ നിന്നാണ് മാർക്ക് ചെയ്ത് അവിടെ ഒരു സിഗ്നൽ ഇട്ട് കൊടുക്കണം. അവിടെ ഇത് സിഗ്നൽ എന്ന് വെച്ചാൽ ഒരു നോച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ്, അതിന് വേണ്ടിയാണ്. നമ്മിനി ബാക്ക് പാർട്ടൊന്ന് മാറ്റി വെക്കണം കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് പാർട്ടിൽ നമുക്കൊരു കൈ ഒന്ന് കുഴിച്ചൊന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇട്ടില്ല, അങ്ങോട്ടേക്ക് കുഴിച്ച് വരക്കരുത്, കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ. ഈ നമ്മൾ ചെസ്റ്റ് പോർഷൻ എവിടെയാണ് നിൽക്കുന്നത് അവിടം വരെ ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ച് ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുക കേട്ടോ. ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് പാർട്ടിൽ മാത്രമാണ് കേട്ടോ, ബാക്ക് പാർട്ടിൽ നമുക്ക് കുഴിച്ച് വരച്ച് കൊടുക്കണ്ട. ഫ്രണ്ട് പാർട്ടിൽ മാത്രം നമ്മൾ ഫ്രണ്ട് എന്ന് പറഞ്ഞൊന്ന് മാർക്ക് ചെയ്തെടുക്കാം, മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാറ്റി വെക്കാം. നമുക്കൊന്ന് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സ്ലീവ് നമുക്ക് 10.5 ഇഞ്ചാണ്. അതിന് കൂടി ഒരു 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 ഇഞ്ച് മടക്കി അടിക്കാനും. മടക്കിനകത്ത് അടിക്കണ്ട, നമ്മൾ ഒരു പീസ് വെച്ച് ജോയിൻറ്റ് ചെയ്ത് ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അതിനിപ്പോൾ കാണിച്ചു തരാം. കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് 10 ഇഞ്ചാണ് നമ്മുടെ സ്ലീവ് റൗണ്ട് കിട്ടിയത്. അപ്പോൾ 5 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽത്തും കൂടി ഇട്ട് നമ്മൾ ഈ 1.5 ഇഞ്ച് തയ്യൽത്തും ഇട്ടില്ല, അവിടെയാണ് നമ്മൾ ടേപ്പ് ഇങ്ങനെ മറച്ച് വെച്ച് വെക്കുക കേട്ടോ. നമ്മുടെ കൈ ലെങ്ത്തും തയ്യൽത്തുമ്പും എല്ലാം കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് 12 കിട്ടിയിട്ടുണ്ട്. 12 കിട്ടിയപ്പോൾ ഒരു 3.25 അല്ലെങ്കിൽ 3.5, 3.25 എങ്ങനെ കൊടുത്തേക്കണം. 3.25 ഇവിടെ മാർക്ക് ചെയ്തത്. വണ്ണം ഇല്ലാത്തവർക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ കേട്ടോ. ഞാൻ 3.25 മാർക്ക് ചെയ്തില്ലേ. അവിടെ നമുക്ക് നമ്മുടെ ആം റൗണ്ട് നമുക്ക് വരച്ചു കൊടുക്കണം. ഒരു എളുപ്പ വഴി സ്ലീവ് കട്ട് ചെയ്ത് നമ്മൾ ചിലത് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ കൂടിയും ചിലപ്പോൾ കുറഞ്ഞൊക്കെ പോകും. അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് പാർട്ട് എടുക്കുക. ഇതുപോലെ ബാക്ക് പാർട്ട് എടുത്ത് നമ്മൾ ഷോൾഡർ ഇല്ലേ, ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഈ ഞാൻ നോച്ചിട്ടിട്ടില്ലേ, ഇതുപോലെ ആ നോച്ചിട്ടേക്കണ അവിടം വരെ ഇതുപോലെ ഒന്ന് ടേപ്പ് പിടിക്കുക കേട്ടോ. ഇതുപോലെ ടേപ്പ് പിടിച്ചിട്ട് എത്രയാണ് നിങ്ങൾക്ക് കിട്ടണേന്ന് നോക്കുക. എനിക്കിവിടെ 7.1 എനിക്കിവിടെ കിട്ടണത്. നിങ്ങൾക്കിപ്പോൾ 7.5 കിട്ടണമെങ്കിൽ ആ 3.25 വരച്ചിരിക്കുന്ന ലൈനില്ലേ, അവിടെ നിങ്ങൾക്ക് എത്രയാണ് പോയിന്റ് കിട്ടണത് ആ പോയിന്റ് നിങ്ങളുടെ മാർക്ക് ചെയ്യുക. നമ്മൾ എക്സ്ട്രാ ഒരു 1.5 ഇഞ്ചും കൂടി തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ 1.5 ഇഞ്ചാണ് അവിടെ തയ്യൽത്തുമ്പ് ഇട്ടേക്കണത്, അതുകൊണ്ട് 1.5 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. നമുക്ക് ഇവിടെ നിന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം. കാരണം വെച്ചാൽ ഒരു ആർച്ച് പോലെ ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ആർച്ച് പോലെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. സ്ലീവ് കട്ട് ചെയ്യാൻ വേറെ മെത്തേഡ് ഉണ്ട്. നിങ്ങൾക്ക് അത് കോംപ്ലിക്കേഷൻ ആവണ്ടല്ലോ എന്നോർത്ത് ഒരു എളുപ്പവഴി നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് തുടക്കക്കാർക്കും നല്ല എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റും ഈ ഒരു സ്ലീവ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നിവർത്തി വെക്കുക കേട്ടോ. ഒന്നില്ലെങ്കിൽ നല്ല വശം ചേർത്ത് വെക്കുക, ഒന്നില്ലെങ്കിൽ ചീത്ത വശം ചേർത്ത് വെക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൈക്കും ഇതുപോലെ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ച് ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുക.
അത് നമ്മൾ മാർക്ക് ചെയ്യുക കേട്ടോ, ഫ്രണ്ട് പാർട്ട് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് ഇടുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് മാറിപ്പോണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഫ്രണ്ട് ഒന്ന് മാർക്ക് ചെയ്തിടുക. അപ്പോൾ ഒന്ന് മാറ്റി വെക്കാം. ഇത് നമ്മളൊരു യോക്ക് പോർഷൻ, ഒരു ചെസ്റ്റിൻ്റെ അവിടെ നമ്മളൊരു പീസ് വെച്ചിട്ടുണ്ടായിരുന്നു. കൈക്കും ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. നമ്മൾ ഒരു കട്ട് പീസാണിത്. ഇതുപോലെ ഒന്ന് 4 ഫോൾഡാക്കി മടക്കി വെക്കാം കേട്ടോ. എന്നിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം കറക്റ്റായിട്ടല്ല ആ ഒരു ഇത് നിൽക്കണം, അതുകൊണ്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത്. എനിക്ക് 3 ഇഞ്ചിലാണ് എനിക്ക് ആ ഒരു പീസ് വേണ്ടത്. അപ്പോൾ ഞാൻ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. കാരണം 1/2 ഇഞ്ച് മീഡിയം തയ്യൽത്തും പോവും, താഴത്തും തയ്യൽത്തും പോവും. ഇതുപോലെ 4 ഇഞ്ചിൽ ഞാൻ വീതി എടുത്തിട്ടുണ്ട്. നീളം എടുക്കേണ്ടത് എത്രയെന്ന് അറിയാമോ? നീളം നമ്മൾ ചെസ്റ്റ് അളവാണ് നീളമായിട്ട് എടുക്കണം. ചെസ്റ്റിൻ്റെ പോർഷനിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നീളം ചെസ്റ്റ് അളവിലാണ് നമ്മൾ എടുക്കണം. ചെസ്റ്റ് അളവ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ 9.5 പ്ലസ് ഒരു 1.5 ഇഞ്ചും കൂടി തയ്യൽത്തും ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ബോക്സ് ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ കൂടുതലെടുത്തെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ബാലൻസ് ഉണ്ടെന്ന് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. എനിക്ക് 2 ഇഞ്ചാണ് കൈക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ 3 ഇഞ്ചാണ് എടുത്തത്. എക്സ്ട്രാ 2+1 മാർക്ക് ചെയ്തിട്ട് 3 ഇഞ്ചും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 5 ഇഞ്ചാണ്, 5+1.5 ഇഞ്ച് ഞാൻ ഇത്തിരി കൂടി കൂട്ടി എടുത്തിട്ടുണ്ട്. കാരണം കൂടുതലൊന്നും കട്ട് ചെയ്ത് കളയാമല്ലോ. ഇതുപോലെ കൈ വണ്ണത്തിന് 5 ഇഞ്ചല്ലേ, അതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാ പീസും ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്യണ വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ. അപ്പോൾ താങ്ക് യു.